26 മണിക്കൂർ 77 മണിക്കൂറിലേക്ക് തസ്മിത്ത് എന്ന് പറയുന്ന 13-കാരിക്കായുള്ള പരിശോധന തുടരുകയാണ്. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളില്ല. ഇപ്പോൾ നവ്യ എന്നൊരു കുട്ടി ചേരുന്നുണ്ട്. നവ്യ, എപ്പോഴാണ് നവ്യ ഈ തസ്മിത്ത് എന്ന ഈ 13-കാരിയെ കണ്ടത്? എവിടെ വെച്ചാണ് കണ്ടത്? കണ്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോ. 1 മണിയായപ്പോൾ 1 മണിയായപ്പോൾ നമ്മൾ ഈ ട്രെയിന് വരുന്നത് വന്നിട്ട് 12:30 ആ സമയത്ത്. ഇന്നലെ പിന്നെ ലേറ്റായി, 1 മണിയായി വന്നപ്പോൾ. നമ്മൾ കേട്ട് ഫസ്റ്റ് ഒരു സീറ്റിലിരുന്നത്, എന്നിട്ട് അവിടെ ഫുൾ ബോയ്സ് ആയിരുന്നു. നമ്മൾ മാറി വേറൊരു സീറ്റിൽ പോയി ഈ കുഞ്ഞിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ പോയി ഇരുന്നത്. പോയിരുന്നപ്പോൾ നമുക്ക് ആ കൊച്ചിനെ കണ്ടപ്പോഴേ ഒരു വശപ്പെട്ടൊക്കെ തോന്നി ആ കൊച്ചെന്തോ ഇതാണെന്ന്. അപ്പോൾ നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കൊച്ചൊരു മലയാളി അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആ കൊച്ചിന്റെ മുഖമൊക്കെ ഒന്ന് ആടിയിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് അവൾക്കൊരു സംശയം തോന്നി, അവള് ഫോട്ടോ എടുത്ത്. ബബിത. ബബിത. ഓക്കെ. ബബിതയുടെ കൂടെ നവ്യ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. നവ്യ, ഈ കുട്ടി പാറശാലയിൽ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം കന്യാകുമാരി നോക്കിയിട്ട് അവിടെ എവിടെയില്ല, ഒരു CCTV കാണാനില്ല. അപ്പോൾ പാറശാല ഇറങ്ങിയിട്ടുണ്ടാകാമെന്നൊരു സംശയമുണ്ട്. അങ്ങനെ വല്ല സംശയമുണ്ടോ നവ്യയ്ക്ക്? പാറശാല ഇറങ്ങിയിട്ടില്ല, കാരണം നമ്മൾ ട്രെയിന് പോകുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. ട്രെയിൻ പോകുന്നവരെ ആ കൊച്ചു അവിടെ പുറത്ത് ഇറങ്ങിയിട്ടിരുന്നു. പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ആ കൊച്ചു അവിടുത്തെ ആ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പാറശാലയിൽ ഈ കുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ട്രെയിന് പോകുന്നവർക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചു ഇറങ്ങിയിട്ടില്ല. ഓക്കെ. ഇനി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ അല്ലാത്ത മറ്റേ വാതിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് അറിയില്ലല്ലോ നവ്യ. ആ കുട്ടി ഇരിപ്പുണ്ടായിരുന്നോ സീറ്റിൽ? ഞാൻ ഇറങ്ങിയതിനു ശേഷം വിൻഡോ വഴി നോക്കിയപ്പോൾ ആ കൊച്ചു അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരനക്ക് എണീറ്റോ അങ്ങനെയൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ സീറ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സീറ്റിൽ വേറെ 2 പേരും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞും ഉണ്ടായിരുന്നു. പിന്നെ വേറെ സീറ്റിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അതെന്തായാലും ഈ കുട്ടിയുടെ കൂടെയുള്ള ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ തിരക്കുള്ള ട്രെയിനാണല്ലേ? ട്രെയിൻ. പക്ഷെ ആ സമയത്ത് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഉച്ച ടൈമല്ലേ, അപ്പോൾ ആ തിരക്ക് അത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാറശാല കഴിഞ്ഞ് കുട്ടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അതെ. പാറശാലയിൽ എന്തായാലും ഇറങ്ങിയിട്ടില്ല. നമ്മൾ ട്രെയിന് പോകുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. ട്രെയിന് പോയതിനു ശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ അതുവരെയ്ക്ക് അവിടെ ആരും ആ കുഞ്ഞ് ഇറങ്ങിയിട്ടില്ലായിരുന്നു. നവ്യ, ഈ കുട്ടി വല്ലാതിരിക്കുകയായിരുന്നല്ലേ, വലിയ സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ. അപ്പം തന്നെ നമുക്ക് ഡൗട്ട് തോന്നി, ഫോട്ടോ എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവള് ഫോട്ടോ എടുത്ത്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇത് ഇത്ര വലിയ വാർത്തയല്ല. ഇത് രാത്രിയാണ്, രാത്രിയാണ്, ഇത്ര വലിയ വാർത്ത ആയിട്ടില്ല. അപ്പോൾ ഇതൊരു സംശയം എന്നുള്ള നിലയ്ക്ക് എടുത്തതാണ്. അതെ, സംശയമായതുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോ ഒന്ന് എടുത്തു വെച്ചതാ. ഇപ്പോഴായിരുന്നു ഈ സമയത്താണ് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും കൂടെ കൂട്ടിയേനെ, ഉറപ്പായും അല്ലേ നവ്യ? അതെ. എങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെങ്കിലും നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ടെത്തിച്ചേനെ. ഓക്കെ, താങ്ക് യു നവ്യ, താങ്ക് യു. ഇടയ്ക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും ഇതാണ്. അപ്പോൾ നവ്യ എന്ന് പറയുന്ന ഈ പറഞ്ഞ ബബിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവതി സംസാരിക്കുക, ഒരു എന്താണ് പെൺകുട്ടി, വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു, സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നത് പാറശാലയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പോലീസിന് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ ആ ഒരു വെളിപ്പെടുത്തൽ നിർണായകമാകും. പാറശാലയിൽ ആ കുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ നവ്യ ഉറപ്പിച്ച് പറയുകയാണ്. സീറ്റിൽ വേറെ ആളുകളുണ്ടായിരുന്നു. നവ്യ അവിടെ ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴും പാറശാലയിൽ ഇറങ്ങാതെ ഈ കുട്ടി അവിടെ തന്നെയുണ്ട്. നവ്യ ഇറങ്ങുന്നത് പാറശാലയിലാണ്. അപ്പോൾ കൂടെ ഇറങ്ങിയിട്ടില്ല. മാത്രമല്ല ട്രെയിൻ വിടുമ്പോഴും നോക്കുമ്പോൾ ഈ കുട്ടി തീവണ്ടിയിൽ തന്നെ ഉണ്ട് എന്ന് നവ്യ ഉറപ്പിക്കുന്നു. പാറശാലയിൽ എന്തായാലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പാറശാല കഴിഞ്ഞ് മുന്നോട്ടുള്ള ഏതേതോ ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു സംശയം, ഈ ചിത്രം എടുക്കുന്നത് കണ്ട അത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ രഹസ്യമായി വീട് വിട്ട് പോവുക എന്നുള്ള ആ പ്രായത്തിൽ തോന്നുക, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ പ്രായത്തിൽ ചില തോന്നലുണ്ട്, ചിലർക്കുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വീട് വിട്ടിറങ്ങുക എന്ന ഒരു ദൗത്യത്തിലാണ് ആ കുട്ടിയെങ്കിൽ, അപ്പോൾ ഈ ചിത്രം കണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചിത്രം പകർത്തിയത് കണ്ടെങ്കിൽ പാറശാലയിൽ ഇറങ്ങിയിട്ടുണ്ടാകാം എന്നൊരു സംശയം ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല. പാറശാലയിൽ തസ്മിത്ത് ഇറങ്ങിയിട്ടില്ല. പാറശാല കഴിഞ്ഞും ആ തീവണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചു വരുന്ന നവ്യ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്ലാറ്റ്ഫോമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വാതിൽ കൂടി, ഇതുപോലെ പ്ലാറ്റ്ഫോം അല്ലാതെ ട്രാക്കിലേക്ക് ഇറങ്ങുന്ന വാതിൽ കൂടി ഇറങ്ങിയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, നോക്കി ഈ കുട്ടി കൃത്യമായി നോട്ടീസ് ചെയ്ത കാര്യം എന്തോ ഒരു വശപ്പിശക് എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് നവ്യ. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കുട്ടിയുടെ ഇരിപ്പും മട്ടും ഭാവവും ഒക്കെ ഉണ്ടായിരുന്നത്. മലയാളിയല്ല എന്ന് നവ്യയ്ക്കും തോന്നി. എന്തോ പ്രശ്നമുണ്ട്, ഇനി വാർത്ത കാണുമ്പോൾ ഈ കുട്ടിയാണോ എന്ന സംശയത്തിലൊരു ചിത്രമെടുത്ത് വെക്കാം എന്ന രീതിയിൽ എടുത്തതാണ്. ഉറപ്പായും ഈ സമയത്താണ് ഈ വാർത്ത ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഇത്രയും അറിയുന്ന ഈ സമയത്താണെങ്കിൽ ഉറപ്പായും ബബിതയും നവ്യയും ഒക്കെ
ഈ കുട്ടി ഉറപ്പായും ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നേരെ തന്നെ ഏൽപ്പിക്കുകയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ. പക്ഷേ ആ സമയം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. ഇത് രാവിലത്തെ 4 മണിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. വാർത്ത ഇങ്ങനെ ആ, രാത്രി വാർത്തയായി ഇതങ്ങനെ വാർത്ത ഡെവലപ്പ് ചെയ്ത് വരുന്ന മണിക്കൂറുകളാണ്. നമ്മൾ ആ സമയത്ത് എന്ന ഇടവേളകളിൽ ലൈവിൽ തന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായത്. പക്ഷേ എല്ലാ ആളുകളും ആ, ആ സമയത്ത് നമ്മുടെ വാർത്തയിൽ ഫുള്ളായി നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് വാർത്ത കണ്ട അങ്ങനെ ഒരു സംശയത്തിൻ്റെ പുറത്ത് മാത്രം ഒരു ചിത്രം എടുത്ത് വെച്ചതാണ്. അതല്ലാതെ ഈ സമയമായിരുന്നുവെങ്കിൽ ഉറപ്പായും ബബിതയുടെയും നവ്യയ്ക്കുമൊപ്പം ഇപ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്നേനെ. ഉറപ്പായും ആ കുട്ടി ഉണ്ടായിരുന്നേനെ. എന്തായാലും ഇപ്പോൾ ഇംഗ്ലീഷിലും തമിഴിലും പോസ്റ്റ് അടിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അപ്പോൾ അങ്ങനെ കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ രീതിയിൽ കൂടുതൽ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധന കുറച്ചുകൂടി ശക്തമാക്കുകയാണ് പോലീസ്. അത് ശക്തമാക്കിയ മതിയാവുകയുള്ളൂ. കാര്യം 27 മണിക്കൂറിലേക്ക് കടക്കുന്നു. ഒരു 13 വയസ്സുകാരിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാതായിട്ട്, അല്ലെങ്കിൽ അവൾ വീട് വിട്ടിറങ്ങിപ്പോയിട്ട് 17 മണിക്കൂർ പിന്നിടുന്നു. 27 മണിക്കൂർ 27 മണിക്കൂറാകുന്നു. നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അത്ര നല്ല സൂചനയല്ല. എന്തായാലും അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും പഴിക്കുന്നില്ല. നമ്മൾ കണ്ടതാണ്. ഇന്നലെ മുതൽ ഈ പോലീസ് സംഘം നടത്തുന്ന അത്യധ്വാനം നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ആരെയും പഴിക്കാനില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കൊരു സൂചന ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് വസ്തുത.